അടുത്തൊരു സെഡൻ ടൈപ്പ് മോഡലാണ് 2016 ഡിസയർ VXi ആണ്. ഫസ്റ്റ് ഓണർ 69,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. അടുത്ത ഒരു വൈറ്റ് വാഗണർ ഓട്ടോമാറ്റിക് ആണ്. നമുക്കിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. കാരണം 2013 ഡിസയർ VXi ആണ്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരുന്ന ഒരു കാര്യം ഇതായിരിക്കും. ഇതിൻ്റെ കിലോമീറ്റർ 20,000 വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് അടുത്തൊരു കിഡ് ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡലാണ്. കിലോമീറ്റർ വന്നിട്ട് 22,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. കമ്പനി സർവീസാണ്. അടുത്തൊരു 2016 i20 മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർ 47,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തട്ടാമല എന്ന് പറയുന്ന ഭാഗത്താണ് കേട്ടോ. അതായത് കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് തട്ടാമല എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ചെറിയ കാറുകൾ, അതായത് വോൾട്ട തൊട്ട് ഏകദേശം ബലേനോ വരെയൊക്കെ എടുക്കാൻ പറ്റിയ ആൾക്കാർക്ക് എടുക്കാവുന്ന ഫാമിലി കാറുകൾ കിടക്കുന്ന 1.5 ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ട് കിടക്കുന്ന വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഇവിടെ എടുക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഫാമിലി കാർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു കമൻറ്റ് ഞാൻ വായിച്ചാണ്. എല്ലാ ദിവസവും വീഡിയോ ഇടുക എന്നുള്ള രീതിക്ക് ഒരു കമൻറ്റ് കണ്ട്. അപ്പോൾ ഒന്ന് മഴ ചേട്ടാ. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇച്ചിരി മോശമാണ്. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഓടി വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യം അല്ല. അപ്പം കിട്ടുന്നത് ഓടിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോസ് വളരെ കുറഞ്ഞു പോകുന്നത്. അല്ലാതെ ഞാൻ മാക്സിമം റെഗുലർലി തന്നെ തന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറ്റാത്തതാണ്, ക്ഷമിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പം നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ബാ. അപ്പോൾ സുനിൽ ബ്രോ, എങ്ങനെയുണ്ട്? സുഖമാണോ? സുഖം. മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല കാലാവസ്ഥ. നല്ല കാലാവസ്ഥ. കച്ചവടമൊക്കെ എങ്ങനെ ചെയ്യുന്നു? കച്ചവടമൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല പോകുന്നു. അത്യാവശ്യം കുഴപ്പമില്ല പോകുന്നു. ഭയങ്കര ബ്രഹ്മാണ്ടമെന്നൊന്നും പറയുന്നില്ല. എന്നത് ബ്രഹ്മാണ്ട കച്ചവടം എന്നൊന്നും പറയുന്നില്ല. അത് ഒരിക്കലും പറയില്ല. അത്യാവശ്യം കുഴപ്പമില്ല പോകുന്നുണ്ട്. ഓക്കെ, ഇത്തവണ നമുക്ക് ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പം നമുക്ക് ഏകദേശം ഒരു 150 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം പിന്നെ നമുക്ക് സെഡാൻ ടൈപ്പ്, അതുകൊണ്ട് ബലേനോ, അത്യാവശ്യം മോഡൽ കൂടി ഇച്ചിരി പ്രീമിയം വണ്ടികൾ നമുക്കുണ്ട് മാരുതിയുടെ തന്നെ. അപ്പോൾ പ്രീമിയം വണ്ടികളാണോ ഈ വീഡിയോയിൽ കൊടുക്കാനുള്ള? എല്ലാ ടൈപ്പും വരുന്നുണ്ട്. ഇടത്തരം വണ്ടിയുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, ഇച്ചിരി പ്രീമിയം ഉണ്ട്, എല്ലാ ടൈപ്പ് വണ്ടികളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. തീർച്ചയായിട്ടും. 2019 ഡിസയർ VXi ആണ് വണ്ടി. വൈറ്റ് കളറാണ്. സിംഗിൾ ഓണർ 23,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു സെഡാൻ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എപ്പോഴും എടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ ടയർ ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ കമ്പനി ടയർ തന്നെയാണ്. 4 ടയറും കമ്പനി ടയറാണ്. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്ക് അഡീഷണൽ സീറ്റ് കവർ, മാറ്റ്, അതുപോലെ തന്നെ റെയിൻ ഗാർഡ്, എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് ഓൾറെഡി കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ VXiക്കകത്ത് സ്റ്റീരിയം, സെൻട്രൽ ലോക്ക് എല്ലാം വണ്ടിക്കകത്ത് വരുന്നതാണ്. കിലോമീറ്റർ 23,000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇത് നമ്മൾ മാരുതിയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ സെഡാൻ ടൈപ്പ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. 2019 ഡിസയർ VXi സിംഗിൾ ഓണർ. ആക്സിഡൻറ്റോ ക്ലെയിം ഹിസ്റ്ററി ഒന്നും വണ്ടിക്കില്ല. പ്രോപ്പർ കമ്പനി സർവീസ് തന്നെയാണ് എല്ലാം വരുന്നത്. എത്ര ചോദ്യം? നമ്മളിത് 6 ചോദ്യം. ചെറിയൊരു വേരിയേഷനും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. 2019 ഡിസയർ സിംഗിൾ ഓണർ വണ്ടി. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ഇത് തീർച്ചയായിട്ടും നമുക്കൊരു 75-80 രൂപ റേഞ്ച് ഒരു വണ്ണിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബാക്കി ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 80 രൂപ വേണം? 80,000 എന്തായാലും ഏറ്റവും കുറഞ്ഞ വേണ്ടി വരും. അടുത്ത ഒരു വൈറ്റ് വാഗണർ ഓട്ടോമാറ്റിക് ആണ്. നമുക്കിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. 2022 മോഡലാണ്. സിംഗിൾ ഓണറാണ്. വാഗണർ VXi ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ആണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇതും വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. നോർമലി കസ്റ്റമർ അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ഫിറ്റ്മെൻ്റ് ഒന്നുമില്ല. കമ്പനി സീറ്റ് കവർ തന്നെ കിടക്കുന്നത്. പിന്നെ ഫുൾ മാറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ആക്സിഡൻറ്റോ റിപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. പ്രോപ്പർ സർവീസാണ്. പിന്നെ നമുക്കിതും നോർമലി ഫിനാൻസ് ഇടുന്ന ഒരു കസ്റ്റമർക്ക് ആദ്യം ഒരു 1 lakh റേഞ്ചിലുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2022 വാഗണർ VXi ഓപ്ഷണൽ ഓട്ടോമാറ്റിക് AMT വണ്ടിയാണ്. ടയറൊക്കെ ഫസ്റ്റ് ടയർ തന്നെ. കിലോമീറ്റർ വന്നിട്ട് 18,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. അതാണ് പുത്തം പോലെ വണ്ടി ഇരിക്കുന്നത്. 18,000 കിലോമീറ്റർ ഓടി സിംഗിൾ യൂസ് വണ്ടിയാണ്. ഇത് നമ്മളിത് പോളിഷ് എല്ലാം ചെയ്ത് ജനറൽ ചെക്കപ്പ് ചെയ്ത് വണ്ടി ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ ഇട്ടേക്കുന്ന 615 ആണ്. 2022 ഓട്ടോമാറ്റിക് 615. ഈ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണോ ഇത്ര റേറ്റ്? ഇത് അതെ, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് പുതിയ വണ്ടി മാനുവൽ ഓട്ടോമാറ്റിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കണക്ക് തന്നെയാണ് റീസെയിലിൻ്റെ ഭാഗത്തും വരുമ്പോഴേ. കാരണം 2013 ഡിസയർ VXi ആണ്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരുന്ന ഒരു കാര്യം ഇതായിരിക്കും. ഇതിൻ്റെ കിലോമീറ്റർ 20,000 വണ്ടി ഓടിയിട്ടുള്ളത്. ഏത് വർഷം? 2000. അണ്ണൻ ചോദിച്ച ചോദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്നത്. അണ്ണൻ ചോദിച്ചാൽ ഏത് വർഷമാണ്? 2013 മോഡലാണ്. സിംഗിൾ യൂസ് വണ്ടിയാണ്. കിലോമീറ്റർ 20,000 കിലോമീറ്റർ വണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ.
ഉള്ള തന്നെ അത് ചോദിക്കുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ എടുത്തു പറഞ്ഞത്. അണ്ണന് വണ്ടി കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അണ്ണാ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അണ്ണാ, പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഈ 2013 വണ്ടി 20,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരുപെട്ടവർക്കൊക്കെ പെട്ടെന്ന് ഒരു ഉൾക്കൊള്ളാൻ പാടായിരിക്കും. സത്യമാണോ? വണ്ടി കാണുന്ന ഒരു കസ്റ്റമർക്ക് അറിയാൻ പറ്റും തീർച്ചയായിട്ടും കേട്ടോ. എന്നാലും അത് ഒരു സംശയത്തിന്റെ നിഴലിലാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്തു പറഞ്ഞതാണ്. പക്ഷെ ഒരു വണ്ടി നോക്കാൻ വരുന്ന ആൾക്ക് നേരിട്ട് കണ്ട് അത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. 2013 ഡിസയർ VXi സിംഗിൾ ഓണർ, 20,000 കിലോമീറ്ററുടെ കമ്പനി സർവീസ് വണ്ടി കാണാൻ പുത്തം പോലൊക്കെ തന്നെ ഇരിക്കുന്നതാണ്. അല്ല, ഞാൻ അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. 20,000 കിലോമീറ്റർ അണ്ണൻ തന്നെ ആദ്യം ചോദിച്ചു ഏത് വർഷമെന്ന് ചോദിച്ചു. അങ്ങനെ ആയിരിക്കും എല്ലാവരും ചോദിച്ചത്. ഈ ഫസ്റ്റ് ടയർ ഉപകാരപ്പെടില്ലല്ലോ. ഇല്ല, നമുക്കത് വണ്ടി വരുന്ന കസ്റ്റമർക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം ഫേവർ ചെയ്തെടുക്കും, കുഴപ്പമൊന്നുമില്ല. പ്രൈസും കൂടെ നമ്മൾ ഫൈനൽ ചെയ്ത് പറയാം, കുഴപ്പമില്ല കേട്ടോ. പ്രൈസ് അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നില്ലേ? ഇല്ല, പ്രൈസ് ആയിട്ടില്ല. പ്രൈസ് ഇന്ന് വൈകിട്ട് ആവത്തേ ഒരു ഏകദേശം പറയാൻ പറ്റും. 3ന് മേളിൽ എന്തായാലും പോകും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമുക്കൊരു 2016 വാഗണറാണ്, VXi മോഡലാണ്, ഫസ്റ്റ് ഓണർ, 79-80 കിലോമീറ്റർ ഓൾറെഡി ഓടിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് 2 പുതിയ ടയർ നമുക്ക് ഓൾറെഡി കസ്റ്റമർ മാറിയിട്ടുണ്ട്. ബാക്ക് നമുക്കൊരു ആവറേജ് ബിലോ ടയറാണ് കിടക്കുന്നത്. പിന്നെ ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ ക്ലീൻ ആൻഡ് നീറ്റാണ്. 2016 വാഗണർ VXi 80,000 കിലോമീറ്ററുടെ വണ്ടി. നേരത്തെ കാണിച്ച വണ്ടിയും ഈ വണ്ടിയും തമ്മിൽ ഈ ഇന്റീരിയറിൽ കണ്ടാൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല. ആ രീതി നിങ്ങൾ വൃത്തിയാക്കി ഇടുന്നുണ്ട്? ഇല്ല, ഇത് വണ്ടി വന്നേ ഉള്ളതാണ്, നമ്മൾ പ്രത്യേകിച്ചും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. അതുള്ളത് തന്നെയാണ്, അത് ജെന്യൂൻ ആണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞത്, കറക്റ്റായിട്ട് പറഞ്ഞത് അതല്ലേ. 2016 VXi ആണ്. ഇത് പ്രൈസ് ഏകദേശം നമ്മളൊരു 355 റേഞ്ചൊക്കെ വരും. 3.5 രൂപ വരും. 2016 വാഗണർ VXi സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ. ബോഡിക്കകത്ത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അടുത്ത് നമുക്കൊരു 2020 സെലീരിയോ ZXi മോഡലാണ്. സിംഗിൾ ഓണറാണ്, മാനുവൽ വണ്ടിയാണ്. 47,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഫ്രണ്ട് 2 ടയർ ഓൾറെഡി മാറിയിട്ടുണ്ട്. ബാക്ക് നമുക്ക് ഫസ്റ്റ് ടയർ തന്നെ വണ്ടി കിടക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുവാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. 2020 സെലീരിയോ ZXi സിംഗിൾ ഓണർ, 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടിക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉള്ളതാണ്. നമുക്ക് ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർക്ക് ഒരു 75 രൂപ 80 രൂപ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, പ്രോപ്പർ സർവീസാണ്. നമുക്ക് കിടക്കുന്ന വണ്ടിക്ക് എല്ലാം ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സർവീസിൽ ടച്ചിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അല്ല, മേജറായിട്ടൊന്നുമില്ല. സ്പോയിലറൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്പോയിലർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2020 ZXi വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 460. അടുത്തൊരു സെഡൻ ടൈപ്പ് മോഡലാണ്. 2016 ഡിസയർ VXi ആണ്. ഫസ്റ്റ് ഓണർ, 69,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇതിനകത്ത് നമ്മളെ ബമ്പറിലും അവിടെയൊക്കെ കുറേ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഡോറിന് സ്ക്രാച്ച് ഉണ്ട്. അതെല്ലാം നമ്മൾ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് തരാം. പിന്നെ ടയർ സെക്കൻഡ് ടയറാണ് കിടക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം ഒരു ക്രീം കളർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ മാറ്റ് ചെയ്തിട്ടുണ്ട്. വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. 2016 ഡിസയർ VXi ആണ്. 69,000 കിലോമീറ്റർ ഓടിയ സെഡൻ ടൈപ്പ് വണ്ടിയാണ്. ബാക്കിലത്തെ ടയർ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് ടയറും കാര്യങ്ങളൊന്നും മാറേണ്ട കാര്യമില്ല. ആകെ 1-2 പീസ് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മളായിട്ട് തന്നെ കൊടുക്കുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്തായിരിക്കും കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നത്. നമുക്ക് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഒരു 4 വർഷം വരെ നമുക്ക് വണ്ടിക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് മേജറായിട്ടൊന്നുമില്ല. ചെറിയ ഇത് കണക്ക് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. 2016 ഡിസയർ VXi 69,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമ്മുടെ പ്രൈസ് വരുന്നത് 460 ആണ്. 460? 2019 ഡിസയർ 460. 19 അല്ലേ? 16 2016 വണ്ടി. 16 ഡിസയർ VXi 460. ഇത് നമുക്ക് അടുത്തൊരു കിഡ് ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡലാണ്. കിലോമീറ്റർ വന്നിട്ട് 22,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. കമ്പനി സർവീസാണ്. ഇതിൻ്റെ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ RXT എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. നമുക്ക് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയൻ്റ് ആണ്. നമുക്കൊരു ഓട്ടോമാറ്റിക് ഒരു ലോ റേഞ്ച് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ചോയ്സ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നമുക്കിത് എൻജിൻ ഗിയർ ബോക്സ് നോർമലി പോപ്പുലറിൻ്റെ വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ വെൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. 2021 കിഡ് ആൻഡ്രോയിഡ് സിസ്റ്റം ഇത് തന്നെയുള്ള ഇത് ഇൻബിൽറ്റ് വരുന്നതാണ്. RXT എന്ന് പറഞ്ഞ വേരിയൻ്റകത്ത് ഇതെല്ലാം വരുന്നതാണ്. നമ്മൾ അഡീഷണൽ ഇത് ഓൾറെഡി വണ്ടിക്കകത്ത് വരുന്നതാണ്. 2021 കിഡ് RXT. പ്രത്യേകം സീറ്റ് കവർ ചെയ്തിട്ടില്ല, കമ്പനി സീറ്റാണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബാക്കിൽ സെൻസർ എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 415 വരുവാണ്. ഇത് 2021 കിഡ് തന്നെയാണ്. സെക്കൻഡ് വേരിയൻ്റ് ആണ്. കിലോമീറ്റർ സിംഗിൾ ഓണർ, 15,000 കിലോമീറ്ററാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം തന്നെയാണ് വരുന്നത്. കിലോമീറ്റർ ആണ്.
മറ്റേത് 22 കിലോമീറ്റർ, ഇത് 15,000 കിലോമീറ്റർ നമുക്ക്. അതായത് ചോദിച്ചാൽ ജെനുവിൻ അതെ കിലോമീറ്റർ. അതെ, ഇതിനെല്ലാം ഹിസ്റ്ററി ഉള്ളതാണ്. നമ്മൾ ഏത് അതർ മോഡൽസ് ആണെങ്കിൽ നമുക്ക് എല്ലാം കസ്റ്റമർക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് അതെല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. നോക്കാൻ വരുന്ന ഒരാൾക്ക് നമുക്ക് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനകത്ത് സീറ്റ് ഓവറും റെനോൾട്ടിൻ്റെ തന്നെ സീറ്റ് ഓവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. 2021 കിഡാണ്, സെക്കൻഡ് വേരിയൻ്റ് ആണ്. കിലോമീറ്റർ വന്നിട്ട് 15,000. നമുക്ക് 1 രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. നമ്മളിപ്പോൾ രണ്ടും കാണിച്ച് കിട്ടി, 2 ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. 2021 മോഡൽ രണ്ടും കാണിച്ചേക്കുന്നത്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല, കമ്പനി സർവീസാണ്, ഹിസ്റ്ററി അവൈലബിൾ ആണ്, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 6 മാസം വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് ഏകദേശം അതിൻ്റെ കണക്ക് 4 സംതിങ് വരുവാണ്. ഇത് പ്രൈസ് ആയിട്ടല്ല, ആ റേഞ്ച് തന്നെ വരും. 21 RXT 2020 ബലേനോ സീറ്റ മോഡലാണ്. സീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ആൽഫയ്ക്ക് തൊട്ട് താഴെയുള്ള മോഡലാണ്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 24,000 കിലോമീറ്റർ ഓടിയ പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഈ സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പുഷ്പട്ട സ്റ്റാർട്ട്, അതുകൊണ്ട് കീലെസ് എൻട്രി, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, മാറ്റുണ്ട്. ഇന്ത്യയിലൊക്കെ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. 2020 ബലേനോ സീറ്റ സിംഗിൾ ഓണർ 24,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും കിട്ടാവുന്ന വണ്ടിയാണ്. നമുക്കൊരു ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർക്ക് ആദ്യം ഒരു 1 lakh റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് എടുക്കാവുന്ന വണ്ടിയാണ്. 2020 ബലേനോ സീറ്റ. ചോദ്യം എത്രയാണ്? ചോദ്യം ഇതെന്തായാലും ഒരു 680 റേഞ്ചുള്ള വരും. വണ്ടി വന്നതേ ഉള്ളൂ, ഏകദേശം 6 റേഞ്ച് എന്തായാലും വരും. 680 വരും. 2020 സീറ്റ മോഡൽ, സിംഗിൾ ഓണർ 24,000 കിലോമീറ്റർ. ഇത്തവണത്തെ വണ്ടികളല്ലേ ഏകദേശം പുതിയ വണ്ടികളല്ലേ? അതെ അതെ, അതെ ഞാൻ പറഞ്ഞു, ഇച്ചിരി മോഡലോടെ വണ്ടികളാണ് കൂടുതലും കിടക്കുന്നത്. ലോ കിലോമീറ്റർ, സിംഗിൾ ഓണറാണ്, അങ്ങനെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടികളാണ് മിക്കതും. പുഷ് സ്റ്റാർട്ട് ബട്ടനൊക്കെ വരുന്ന മോഡൽ. അതെ, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം സീറ്റൊക്കെ വരുന്നുണ്ട്. ഒരു 2014 കേട്ടനാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ എക്സ്ചേഞ്ച് ആയിട്ട് എടുത്തതാണ്. നമുക്ക് അതിനകത്ത് നോർമലി നിലവിലെ കണ്ടീഷനിലായിരിക്കും വണ്ടി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. സിംഗിൾ ഓണറാണ്. 80,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. 2014 കേട്ടൻ, സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. LXI എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിനൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് നോർമലി ഒരു 10-30,000 ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ലോൺ കിട്ടും. 2014 മോഡൽ. നമുക്ക് മാക്സിമം ഒരു 3 വർഷം ലോൺ കിട്ടും. ആദ്യം ഒരു 30-35 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ടയറെല്ലാം ഒരു ആവറേജ് ടയറാണ്. ഫ്രണ്ട് 2 അത്യാവശ്യം കുഴപ്പമില്ല, ബാക്കിൽ ഒരു ബിലോ ആവറേജ് ടയറാണ്. ബിലോയാണ്. അപ്പോൾ ഈ ബാക്ക് ടയറെങ്കിലും മാറി കൊടുക്കും. ടയർ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തില്ല. അതിന് അത്യാവശ്യം ഒരു ബേസിക് കാര്യങ്ങളും പോളിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. 2014 ഓൾട്ടോ കേട്ടൻ LXI 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. പ്രൈസ് വരുന്നത് നമ്മൾ 150 വരുന്നത്. അടുത്തൊരു 2016 i20 മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർ, 47,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. നമുക്ക് 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. ടയറും കാര്യങ്ങളും ഫ്രണ്ട് 2 പുതിയ ടയർ ഓൾറെഡി മാറിയിട്ടുണ്ട്. ബാക്കിലത്തെ ഏകദേശം ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത്. നമുക്കിതിനകത്ത് സീറ്റ് കവർ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, 2 എയർ ബാഗ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആകെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. 2017 i20 മാഗ്ന വണ്ടി ഇങ്ങനെ കാണാൻ കൊള്ളാം, ഇല്ലെന്നല്ല, കാണാനുള്ള വണ്ടി ഓടിക്കാൻ എല്ലാം കൊള്ളാം, നല്ല വണ്ടിയാണ് തന്നെ. അതെ അതെ. ഓക്കെ, റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്കിൽ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 470 ആയിട്ടേക്കുന്നത്. ബാക്കിൽ സെൻസറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 രൂപ അടയ്ക്കാമെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അത് നമുക്കൊരു ഓൾട്ടോ കേട്ടനാണ്. 2015 മോഡലാണ്. സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2015 ഓൾട്ടോ കേട്ടൻ. നമുക്ക് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ടയറെല്ലാം അത്യാവശ്യം നല്ല ടയറുകളാണ് കിടക്കുന്നത്. റെഡ് കളറാണ് വരുന്നത്. നമുക്ക് അകത്ത് നല്ല സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ്, 1 ലക്ഷം വേണ്ട, ഒരു 80,000 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2000 ഇൻബിൽറ്റ് സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. 2015 ഓൾട്ടോ കേട്ടൻ VXI മോഡലാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 255 ഇട്ടേക്കുന്നത്. 2015 കേട്ടൻ 255. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. 2015 ഓൾട്ടോ കേട്ടൻ VXI ആണ്. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. അത് നമുക്ക് 2017 ബലേനോ സീറ്റ എന്ന് പറഞ്ഞ മോഡലാണ്. സിംഗിൾ ഓണർ, 60,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമുക്ക് 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. സീറ്റാണ് മുമ്പേ നേരത്തെ പറഞ്ഞ കണക്കാണ്. നമുക്ക് പുഷ്പട്ട സ്റ്റാർട്ടും കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ട്. ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ്. നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുകയാണ്. നല്ല ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ മാറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ് ഏകദേശം നമുക്ക് ഒരു 1 lakh റേഞ്ച് ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2017 ബലേനോ സീറ്റ സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല.
എത്ര ചോദ്യം? ഇത് നമ്മൾ 540 ചോദിക്കുന്നത്. 2017 ബലേനോ സീറ്റാണ്. 540. 540 6 മാസം വാറണ്ടിയുള്ള വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലേ? ഒന്നുമില്ല. ഇപ്പം ഈ വണ്ടിക്കൊക്കെ നമ്മളിപ്പം എടുക്കുമ്പോഴേ വാറണ്ടി നിങ്ങൾ എത്ര മാസത്തേക്കാണ് കൊടുക്കുന്നത്? ഏതാ വാറണ്ടി നിങ്ങൾ കൊടുക്കുന്നത്? വാറണ്ടി നമുക്ക് വർഷം അനുസരിച്ചാണ്. നമുക്ക് 2022 മേലോട്ടാണെങ്കിൽ 1 വർഷവും, നമുക്ക് 2018 മേലോട്ടാണെങ്കിൽ നമ്മൾ 6 മാസം കൊടുക്കുന്നത്. 6 മാസം. അതർ മോഡൽസിന് നമുക്ക് ഏകദേശം 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2021 ഓൾട്ടോ 800 VXI ആണ്. ഫസ്റ്റ് ഓണർ, 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. 2021 ഓൾട്ടോ 800 VXI ആണ്. സിംഗിൾ ഓണർ, പ്രോപ്പർ കമ്പനി സർവീസാണ്. VXI എന്ന് പറയുമ്പോൾ ഓൾട്ടോയുടെ ടോപ്പ് മോഡലാണ്. 2 എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് നോർമലി 6 മാസം വാറണ്ടിയും ഫ്രീ സർവീസ് എല്ലാം വരുന്ന വണ്ടിയാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നമുക്ക് ആദ്യം ഒരു 50 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2021 ഓൾട്ടോ 800 VXI സിംഗിൾ ഓണർ വണ്ടി. 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജനുവിനല്ലേ? ആണ്, കമ്പനി സർവീസാണ്, കമ്പനി ടയറാണ്. എൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 375 വരും. 375? ആ. ഇത് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട്? ഇത് 5 സംതിങ് വരുവാണ്. ഇപ്പോൾ ഓൾറെഡി ഇത് വരുന്നില്ലല്ലോ. വരാത്തോണ്ട് നല്ല ലോ കിലോമീറ്റർ വണ്ടിക്ക് മാർക്കറ്റുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ